ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റുവ വേൾഡ്. ഇന്ന് നമുക്കൊരു സ്ട്രോബെറി ക്രോഷ്യ ചെയ്തെടുത്താലോ. ഈ സ്ട്രോബെറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട സ്റ്റിച്ചസ് സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസിങ്, ഡിക്രീസിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് അക്രിലിക്കിൻ്റെ യാണും അതുപോലെ തന്നെ സാധാ നോർമൽ 10 രൂപയുടെയൊക്കെ ആണല്ലേ വൂളൻ യാൺ, അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ലീഫാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ആദ്യം ഒരു മാജിക് റിങ് ചെയ്ത് കൊടുക്കാം. മാജിക് റിങ് ഇനിയും ചെയ്യാനറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മാജിക് റിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാജിക് റിങ്ങിലേക്ക് 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ പോലെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഓരോ പാറ്റേൺ ചെയ്യുന്നതും ഓരോ റൗണ്ട് എത്തുമ്പോഴും ഉള്ളത്. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കൗണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എപ്പോഴും. അപ്പോൾ 6 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈൽ എൻഡ് പിടിച്ച് വലിച്ചു കൊടുത്താൽ ആ ഒരു സെൻറ്റർ ഭാഗം ക്ലോസ് ആയി കിട്ടും. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യൻ്റെ മുകളിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ റൗണ്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 ചെയിൻ സ്റ്റിച്ചാണ്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഹുക്ക് നിൽക്കുന്ന ലൂപ്പില്ലേ, ആ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് തൊട്ട് താഴെയുള്ള ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കുന്നത്. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇനി നമ്മൾ ബാക്കി അതിൻ്റെ തൊട്ട് താഴെ 2 ചെയിനുണ്ട്, ആ 2 ചെയിനിലേക്കും നമ്മൾ സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പെറ്റൽ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ മാജിക് റിങ്ങിൻ്റെ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, തൊട്ടടുത്ത സ്റ്റിച്ച്, ആ ഒരു സ്റ്റിച്ചിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഹുക്കിനെ ഇതുപോലെ ചെയിനിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് യാണോവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഹുക്കിൽ നിൽക്കുന്ന ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. 4 ചെയിൻ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയുള്ള ചെയിൻ സ്കിപ്പ് ചെയ്ത് മറ്റ് ബാക്കി 3 ചെയിനിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് പെറ്റൽസ് ക്ലോസ് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ 6 പെറ്റൽസാണ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് പെറ്റലിൽ നമ്മൾ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ സ്ട്രോബെറിൻ്റെ ലീഫ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു യാണിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെറ്റൽസും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കറക്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊരു നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതേ ഈ ഒരു യാണിനെ ഇതുപോലെ കയ്യിൽ നേരെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നമ്മൾ ആ ഒരു ലൂപ്പിൽ കൂടെ ഒന്ന് വലിച്ചെടുത്തിട്ടാണ് കേട്ടോ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ യാൺ അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആ യാൺ കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി ബാലൻസ് നിൽക്കുന്നത് നമ്മളെ ഈ മാജിക് റിങ്ങിൻ്റെയും മറ്റേ യാണും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രോബെറിൻ്റെ മുകളിൽ വെക്കുന്ന ലീഫ് സെറ്റായി. ഇനി നമുക്ക് ബോഡി പാർട്ടാണ് ചെയ്യാനുള്ളത്, സ്ട്രോബെറിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രോബെറി ചെയ്യാനായിട്ട് ആദ്യം മാജിക് റിങ് ചെയ്ത് കൊടുക്കാം. മാജിക് റിങ്ങിലേക്ക് 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ റെഡ് കളറ് കറക്റ്റായിട്ട് വിസിബിൾ ആവുന്നില്ല കേട്ടോ. ഈ ഒരു വീഡിയോൻ്റെ ക്യാമറേൻ്റെ എന്തോ ഇഷ്യൂ ആണോ എന്നറിയില്ല, ക്ലാരിറ്റീൻ്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ടൈറ്റിൽ എഴുതിയിട്ടുള്ളത് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മാജിക് റിങ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലും മതി. അങ്ങനെ മാജിക് റിങ്ങിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടൈൽ എൻഡ് പിടിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ ആ ഒരു റൗണ്ട് ക്ലോസ് ആയിട്ട് കിട്ടും.
ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷ്യേയുടെ മുകളിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യേൻ്റെ മുകളിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. പൊതുവേ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാറുള്ളത്, ഇതിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്ത ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും എൻഡ് എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തപ്പോൾ അവിടെ സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. അതായത് 2 സിംഗിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിൽ തന്നെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ചെയ്യുക. ടോട്ടൽ 9 സ്റ്റിച്ചസ് നമുക്ക് കിട്ടും സെക്കൻഡ് റൗണ്ടിൽ. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ ആ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ടത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു പോവാം. ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ച് മാർക്കർ ഒന്ന് ഊരി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഈ ഒരു തേർഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത ഉടനെ തന്നെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് ഇടാൻ വിട്ടു പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് സ്റ്റിച്ചസ് എല്ലാം കറക്റ്റ് മറന്നു പോവുകയും ചെയ്യും കേട്ടോ. ഈ തേർഡ് റൗണ്ടിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അതായത് 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് 1 സിംഗിൾ ക്രോഷ്യ 3 പ്രാവശ്യം ചെയ്യുക. ടോട്ടൽ 12 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക തേർഡ് റൗണ്ടിൽ. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ, പിന്നെയും സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ, ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത് കൊടുക്കുക. അങ്ങനെ തേർഡ് റൗണ്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് മാർക്കർ അഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വീണ്ടും നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഇനി നാലാമത്തെ റൗണ്ട് ചെയ്യുന്നത് 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിങ് ആണ്. അതായത് ഫസ്റ്റ് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ഇൻക്രീസിങ് ചെയ്യുക. 1 സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അങ്ങനെയാണ് കേട്ടോ. 1 1 1 2 ആ ഒരു പാറ്റേൺ ആണ് വരിക. നിങ്ങൾക്ക് ഏതെങ്കിലും റൗണ്ട് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കമൻറ്റിൽ ചോദിക്കുക. ഏതെങ്കിലും റൗണ്ട് പാറ്റേണും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു 4ാമത്തെ റൗണ്ടും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ 4th റൗണ്ട് കഴിഞ്ഞു. ഇനി 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ ഊരിയെടുത്ത് അതിലേക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി 5th റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പാറ്റേൺ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് 2 സിംഗിൾ ക്രോഷ്യ ആണ് കേട്ടോ. ടോട്ടൽ 5th റൗണ്ടിൽ 18 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അതായത് ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, 3ാമത്തെ സ്റ്റിച്ച് ആകുമ്പോൾ നമ്മൾ ഇൻക്രീസിങ് ചെയ്യുക, 4ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ
ഒരു സിംഗിൾ ക്രോഷ്യ, അഞ്ചാമത്തെ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ നമ്മൾ ഈ ഒരു 5th റൗണ്ടിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് 6th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ അഴിച്ച് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് വീണ്ടും ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. 6th റൗണ്ടിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ ആണ്. നമ്മൾ 6 തവണ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഇൻക്രീസിങ് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിലൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി അങ്ങനെ 6 പ്രാവശ്യം ചെയ്യുക. ടോട്ടൽ 6th റൗണ്ടിൽ 24 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ ഞാൻ 6ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 7ാമത്തെ 8ാമത്തെ റൗണ്ടിൽ 24 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം 24 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. 7ലും 8ലും നമ്മൾ ഈ ഒരു പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കാത്തത് കുറച്ച് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ കറക്റ്റ് ഒന്ന് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ 2 റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 9th റൗണ്ടിൽ ചെയ്യാനുള്ളത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഡിക്രീസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 9th റൗണ്ടിൽ നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസ് 1 സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഞാനിതിൽ വിട്ടുപോയിട്ടുണ്ട്, പക്ഷേ പകുതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഇൻവിസിബിൾ ഡിക്രീസ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചെയിൻ ഉണ്ടാവില്ലേ, ഈ ഒരു വി ഷേപ്പ് പോലെ ഉണ്ടാകുന്ന ചെയിനില്ലേ, അതിൻ്റെ ഫസ്റ്റത്തെ ലൂപ്പിലൂടെ മാത്രം ഹുക്കിനെ പാസ് ചെയ്യുക. 2 ലൂപ്പിൽ കൂടെ കടത്താതെ ഫസ്റ്റ് ലൂപ്പിൽ കൂടെ മാത്രം ഹുക്കിനെ പാസ് ചെയ്യുക. അങ്ങനെ തൊട്ടടുത്ത ചെയിനിലും അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ 2 ലൂപ്പ് കിട്ടും. വീണ്ടും ഒന്ന് യാൺ ഓവർ ചെയ്തെടുത്താൽ ഫസ്റ്റ് ഡിക്രീസ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് സിംഗിൾ ക്രോഷ്യ ആണ് 9th റൗണ്ടിൽ വരുന്നത്. ടോട്ടൽ 6 പ്രാവശ്യം ചെയ്യണം. 18 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ ഇടാൻ വിട്ടുപോയത് മറക്കണ്ട നിങ്ങൾ കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിക്രീസിങ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ആ ഒരു ചെയിനിൻ്റെ ഫസ്റ്റത്തെ ലൂപ്പിൽ കൂടെ മാത്രം ഹുക്കിനെ കടത്തുക. അടിയിലൂടെ കടത്താതെ ഫസ്റ്റത്തെ ലൂപ്പിൽ കൂടെ മാത്രം ഹുക്കിനെ കടത്തി കൊടുക്കുക. തൊട്ടടുത്ത ചെയിനിലും അതുപോലെ തന്നെ സെയിം ചെയ്യുക. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൽ കൂടെ എടുക്കുക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ആ ഒരു റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. 9th റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ അഴിച്ച് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 10th റൗണ്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ 10th റൗണ്ടിൽ സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് 6 പ്രാവശ്യം ചെയ്യുക. ടോട്ടൽ 12 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇങ്ങനെ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിലൊരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മൾ 10th റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. യാണിനെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫൈബർ ഫില്ല് ചെയ്യേണ്ട ടൈമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫൈബർ ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കർ അഴിക്കണം എന്നുണ്ടെങ്കിൽ അഴിച്ചു കൊടുത്തിട്ട് ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫൈബർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ച ബാലൻസ് ഉള്ള കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള യാൺസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിറച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ടൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പാകത്തിന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ 11th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫൈബർ ഫില്ല് ചെയ്തതിന് ശേഷം 6 ഡിക്രീസിങ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. 6 ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്താൽ തന്നെ നമ്മൾ വർക്ക് അവിടെ ക്ലോസ് ആയിട്ട് കിട്ടും. നമ്മൾ വർക്ക് കൂട്ടി കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഇൻക്രീസിങ് എന്ന് പറയുന്നത്. അതായത് സ്റ്റിച്ചസ് കൂട്ടി കൂട്ടി എടുക്കുന്നതിനെയാണ് ഇൻക്രീസിങ് എന്ന് പറയുന്നത്. ഡിക്രീസ് ആകുമ്പോൾ നമ്മൾ വർക്ക് കഴിയാനാകുമ്പോൾ ഇങ്ങനെ കൂട്ടി കുറച്ച് കൊണ്ടിരില്ലേ, ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊണ്ടിരില്ലേ, അതിനാണ് ഡിക്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡിക്രീസിങ് 6 ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഈ ആണിനെ ഒന്ന് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ വലിച്ച് കൊടുക്കുക. ഇനി നമ്മളെ ടേപ്സ്ട്രി നീഡിൽ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഫൈബർ കുറച്ച് കമ്മിയാണെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മളെ നീഡിലേക്ക് യാണിനെ കോർത്തെടുത്ത് നമ്മളിതുപോലെ ഓരോ ലൂപ്പില്ലേ അതിലൂടെ നമ്മളെ നീഡിലിനെ ഇതുപോലെ കോർത്ത് ആ ഒരു ഭാഗം ക്ലോസ് ചെയ്തെടുക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് വലിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ഒരു വൃത്തിയില്ലാത്ത പോലെ ആവും കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിതുപോലെ ഓവർ വലിച്ച് കൊടുക്കരുത്. അപ്പോൾ മീഡിയം പാകത്തിന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്ട്രോബെറീൻ്റെ ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ബാലൻസ് ഉള്ള യാണിനെ കട്ട് ചെയ്ത് കൊടുക്കാതെ ഇതിലൂടെ നീഡിലിനെ പാസ് ചെയ്ത് ഓരോ ഭാഗത്തേക്കും നമ്മൾ ഇതുപോലെ കോർത്തെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ട്രോബെറി അവിടെ സ്ട്രോങ് ആയിട്ടിരിക്കും. ഇതുപോലെ ഏതെങ്കിലും വശത്തേക്ക് നിങ്ങൾക്ക് നീഡിലിനെ ഇട്ട് കൊടുത്ത് ബാക്കി ബാലൻസ് ഉള്ള യാണിനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ട്രോബെറിയിലേക്ക് നമ്മൾ സീഡ്സ് ആഡ് ചെയ്യില്ലേ, അപ്പോൾ അതിനായിട്ട് നീഡിൽ വൈറ്റ് കളർ യാണ് കോർത്തെടുത്തിട്ടുണ്ട്. ഈ സീഡ് ആഡ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നീഡിലിനെ ഓരോ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണോ സീഡ് വേണ്ടത് എന്നുള്ളത് ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കാം. ഇതുപോലെ നീഡിലിനെ കുത്തി നമ്മൾ ഓരോ വശത്തേക്കും അടുത്തത് ഏത് ഭാഗത്തേക്കാണ് വേണ്ടത് വെച്ചാൽ ആ ഭാഗത്തേക്ക് നീഡിലിനെ ഇതുപോലെ എടുക്കുക. എന്നിട്ട് പതിയെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് വലിച്ചു കൊടുത്താൽ അതവിടെ താന്നു പോവും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല, ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പതുക്കെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ചെയ്ത് തുടങ്ങിയ ആ ഭാഗത്തേക്ക് തന്നെ നീഡിലിനെ യാണിനെ കൊടുന്ന് അവിടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ യാണിനെ കട്ട് ചെയ്തിട്ട് ടൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഉള്ളിലേക്കാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്ലിപ്പ് ഇതിൽ കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ലീഫ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ലീഫിൻ്റെ ആ ഒരു ബാലൻസ് നിൽക്കുന്ന യാണിനൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഇതുപോലെ ലീഫിനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് നിങ്ങൾക്ക് തുന്നിയിട്ടും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടോ ഒക്കെ ഒട്ടിച്ചെടുക്കാം. ഞാൻ ഇവിടെ B7000ൻ്റെ ഗ്ലൂ ഇല്ലേ, ആ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് ഇതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. സെൻറ്റർ പോർഷൻ ആദ്യം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ പെറ്റൽസിൻ്റെയും അടിയിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ പെറ്റൽസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് സ്ട്രോബെറി ചെയ്യാനായിട്ട് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഇത് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ.
അടുത്ത നല്ലൊരു ട്യൂട്ടോറിയലായിട്ട് വരാം. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.